കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിക്കൻ്റെയും മട്ടൻ്റെയും ഒക്കെ റെസിപ്പീസ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കരിമീൻ പൊള്ളിച്ചതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കരിമീൻ പൊള്ളിച്ചത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/4 മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഏകദേശം 2 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു മീഡിയം സൈസുള്ള 3 കരിമീനിനുള്ള അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. അതേപോലെ തന്നെ ഏകദേശം അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നാരങ്ങാനീര് നമുക്ക് വേണം. അപ്പോൾ നാരങ്ങാനീര് ഒരു ചെറിയ നാരങ്ങയുടെ പകുതിയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസാക്കി എടുക്കരുത്, കാരണം നമ്മൾ മീനിൽ പുരട്ടി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാലയൊന്നും മീനിനകത്തേക്ക് നല്ലതായിട്ട് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കരിമീനാണ്. അപ്പോൾ മീഡിയം സൈസുള്ള മീനാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി അതിൻ്റെ പുറം ഭാഗത്തൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ മസാല ഇതിനകത്തേക്കൊന്ന് പുരട്ടി കൊടുക്കണം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ മീനിൻ്റെ ഉൾഭാഗത്തൊക്കെ മസാല വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് മീനിനകത്തേക്ക് പിടിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 1 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 മുതൽ 3 വലിയ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാടൻ വിഭവമല്ല, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഞാൻ 3 തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതായത് പൊടിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും മീൻ. അപ്പോൾ നമുക്കിനി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മീൻ മുഴുവനായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 3/4 ഭാഗം ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ബാക്കി നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോൾ വെന്ത് കിട്ടിക്കോളും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം മുരിയാൻ കാത്തു നിൽക്കാതെ നമ്മൾ ഇതാ ഏകദേശം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് തിരിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, അധികം ഒന്ന് ഫ്രൈ ആയി, നമ്മൾ ഒരുപാടൊന്ന് കരിഞ്ഞൊന്നും പോകരുത്. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മീനൊന്നും ഒരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ അത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത്ര പേഷ്യൻസ് ഒന്നും ആർക്കും കാണില്ല. നമ്മൾ മുഴുവനായിട്ട് മീൻ തന്നെ വേണം. അപ്പം മാത്രമേ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി കാണില്ല. അപ്പം നല്ല സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ പൊടിയാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ മീൻ ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ തന്നെ അത് പൊടിയാൻ തുടങ്ങും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നിങ്ങൾ തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സൈഡും നമ്മൾ ഫ്രൈ ചെയ്ത മാതിരി തന്നെ നമ്മൾ അടുത്ത സൈഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ബാക്കി മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കഴുകിയിട്ടില്ല, കാരണം ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ കാണും. അപ്പോൾ അതേ എണ്ണയിൽ ഞാൻ കുറച്ചും കൂടെ, അതായത് ഒരു വലിയ സ്പൂൺ എണ്ണ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 കിലോനും കുറച്ചധികം ഉണ്ട്. ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നോക്കിക്കേ, ചെറിയുള്ളി
നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതുവരെ നമ്മൾ വഴറ്റണം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർക്കുവാണ്. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നോക്കിക്കേ, പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഏകദേശം ഒരു 1/4 മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി അത്യാവശ്യം ഒരു മീഡിയം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിന് വ്യത്യാസമൊന്നും വരുത്തി കൊടുക്കുക. ഇനി നമ്മൾ ഈ പച്ചമണമൊക്കെ മാറുന്നത് വരെ, അതായത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പൊടികൾ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. അത് നോക്കിക്കേ, പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വലിയൊരു തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഇനി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുവാണ്. നമ്മൾ ഓൾറെഡി മീനിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, മസാലയ്ക്ക് ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഉടയുന്നത് വരെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വഴണ്ടതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഏകദേശം 1/4 മുതൽ അര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുരുമുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് വ്യത്യാസം വരുത്തി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു ചെറിയ നാരങ്ങയുടെ പകുതിയുടെ നീരാണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തീ അതായത് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഈ കരിമീൻ പൊള്ളിച്ചത് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ തേങ്ങയുടെ 1-ാം പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് മസാല ഇറക്കി വയ്ക്കുക അടുപ്പിൽ നിന്ന്. ഒരുപാട് നേരം തിളപ്പിക്കരുത്. അപ്പോൾ ഇത് നമുക്കിനി ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം മീൻ. അതിന് വേണ്ടിയിട്ടൊരു വാഴയില എടുക്കുക. വാഴയില ഞാൻ വാട്ടിയ വാഴയിലയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് മടക്കിയെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ വാഴയില കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വാഴയില വാട്ടിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കണം. വാഴയിലയുടെ നടുവിലായിട്ട് മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ലെയർ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ഇതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ മീൻ നന്നായിട്ട് പൊടിയാതെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതാ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ കൂടെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ സവോളയൊക്കെ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മൾ പൊള്ളിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. മുഴുവൻ മീനും നമ്മൾ ഇതുപോലെ ഒന്ന് ഇലയിൽ മസാലയിൽ പൊതിഞ്ഞിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മടക്കേണ്ടത് 2 അരികും നമ്മൾ മടക്കിയതിന് ശേഷം ബാക്കി 2 സൈഡ് ഉള്ളിലേക്കായിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വാഴയില വാട്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നന്നായിട്ട് മടക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ വാഴയുടെ നാരോ അല്ലെങ്കിൽ എന്തെങ്കിലും നൂല് വെച്ചിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മീനും നമ്മൾ ഇതുപോലെ വാഴയിലയിൽ മസാലയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പൊളിച്ചെടുക്കുമ്പോഴാണ് ശരിക്കും ഈ വാഴയിലയുടെ ടേസ്റ്റൊക്കെ നമ്മൾ ആ മീനിലേക്ക് പിടിക്കുന്നത്. ഇനി നമുക്ക് മീനൊന്ന് പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇല പാനിലേക്ക് വെക്കുകയാണെങ്കിൽ ഇലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കാണില്ല. അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒന്ന് പാൻ കോട്ട് ചെയ്യുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും.
അപ്പോൾ നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞിട്ടുള്ള മീൻ നമ്മൾ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പാനിൽ കറക്റ്റായിട്ട് 3 പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാന് ചെറുതാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിടരുത് കേട്ടോ. അപ്പോൾ കുറേശ്ശായിട്ട് ഓരോന്നായിട്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ വലിയ പാത്രം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. ഒരേ സൈഡിലിട്ടിട്ട് ഇലയൊന്നും കരിയാതെ ഒന്ന് സൂക്ഷിക്കണേ. അപ്പോൾ നിങ്ങൾ ഇലയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് റെഡിയായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇലയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമ്മളതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ചെറുതായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറിയ ചൂടുണ്ട്. അപ്പം എന്തായാലും നല്ല എണ്ണയിലൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് മസാലയൊക്കെ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് ഇവിടെ. അപ്പം നിങ്ങളും ഈ ക്രിസ്മസിനൊക്കെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കരിമീൻ മാത്രമല്ല, വലിപ്പമുള്ള എല്ലാ മീനും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ തന്നെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.